ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൊമിനിക് അരുൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22 ഓണർ റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് നിലവിൽ 22-ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയോടെ 4-ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 21-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 21-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,75,00,000 രൂപയായിരുന്നു. ആദ്യ 21 ദിവസം കൊണ്ട് 94,74,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ആദ്യ 21 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 51,71,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി അതായത് GCC ഓവർസീസ് കളക്ഷനായി ഈ സിനിമ $12.66 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ 111,60,00,000 രൂപ. ടോട്ടൽ 258,05,00,000 രൂപയാണ് ഈ സിനിമയുടെ 21 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമയെ മറികടക്കുന്നതിനായി 10 കോടി രൂപ കൂടിയാണ് ഈ സിനിമ ഇനി കളക്ട് ചെയ്യേണ്ടത്. ഇനി 22-ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 1,65,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 22 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 96,30,00,000 റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3 കോടി റേഞ്ചിലാണ്. ആദ്യ 22 ദിവസം കൊണ്ട് 261 കോടിക്ക് അടുത്താണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇനി നാളെ മുതലുള്ള വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1-ാം സ്ഥാനത്തുള്ള എമ്പുരാന്റെ കളക്ഷൻ മറികടക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 22 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമ 21-ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 41,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 21 ദിവസം കൊണ്ട് 39,36,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 4-ാമത്തെ വ്യാഴാഴ്ചയും 22-ാം ദിവസം കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 39,00,000 റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 22 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 39,75,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 72.5-73 കോടി റേഞ്ചിലാണ്. തേജ സച്ചിൻ നായകനായി കാർത്തിക് ഘട്ടംനേനി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ ഒരാഴ്ച കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് മിറായി. ഈ സിനിമ 6-ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 6 ദിവസം കൊണ്ട് 36,20,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 6 ദിവസത്തെ ഈ സിനിമയുടെ ആന്ധ്ര തെലങ്കാന കളക്ഷൻ 49,10,00,000 രൂപയും തമിഴ്നാട് കളക്ഷൻ 1,74,00,000 രൂപയുമാണ്. കർണാടക കളക്ഷനായി 7 കോടി നേടിയ ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 14,57,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 72,70,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 6 ദിവസം കൊണ്ട് 24 കോടി സ്വന്തമാക്കിയ ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 6 ദിവസം കൊണ്ട് 96 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ 100 കോടി പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ 7-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ മാത്രമേ ഈ സിനിമ 100 കോടി ക്ലബിൽ എത്തപ്പെടുകയുള്ളൂ. 30 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. നാളെ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി അതായത് തെലുങ്ക്, തമിഴ്, മലയാളം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. കൂമൻ എന്ന വിജയ സിനിമയ്ക്ക് ശേഷം ആസിഫ് അലി, ജിത്തു ജോസഫ് കോംബോ ഒരുമിക്കുന്ന മിറാജ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സംവിധായകൻ ജീത്തു ജോസഫ്, ശ്രീനിവാസൻ അബ്രോൾ എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമയിൽ അപർണ ബാലമുരളി, ഹക്കിം ഷാജഹാൻ, ഹന്ന റജി കോശി, ദീപക് പറമ്പോൾ, അർജുൻ ശ്യാം ഗോപൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഛായാഗ്രഹണം സതീഷ് കുറുപ്പും എഡിറ്റിംഗ് വിനായകുമാണ്. വിഷ്ണു ശ്യാമാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഹർഷദ് തിരക്കഥ എഴുതി മോഹാഷിൻ സംവിധാനം ചെയ്യുന്ന വള എന്ന സിനിമയാണ് നാളത്തെ 2-ാമത്തെ റിലീസ്. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ അവറാൻ, വിജയരാഘവൻ, ശാന്തികൃഷ്ണ, രവീണ രവി, ശീതൾ ജോസഫ് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. അഭിനാസ് ബി ഛായാഗ്രഹണവും എഡിറ്റിംഗ് സിദ്ദീഖ് ഹൈദറുമാണ്. ഗോവിന്ദ് വസന്തയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. സുനിൽ സുബ്രഹ്മണ്യം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒടിയനങ്കം എന്ന സിനിമ നാളെ തിയേറ്ററെടുക്കുകയാണ്. പുതുമുഖ താരങ്ങളായ നിഷ, രതി, അഞ്ജയ് അനിൽ, ഗോപിനാഥ് രാമൻ, സോജ, വന്ദന, വിനയ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. അഭിജിത്ത് അഭിലാഷ് ഛായാഗ്രഹണവും ജിതിൻ DK എഡിറ്റിംഗ് നിർവഹിക്കുന്നു. റിജോഷ് VA ആണ് ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിട്ടുള്ളത്. നാളെ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 4-ാമത്തെ മലയാള സിനിമയാണ് ജെറിയുടെ ആൺമക്കൾ. സുരേഷ് പ്രേം, ഐശ്വര്യ നമ്പ്യാർ, മാസ്റ്റർ കെവിൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ജിജോ സെബാസ്റ്റ്യൻ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് DOP ചെയ്തിട്ടുള്ളത് സുനിൽ പ്രേമും എഡിറ്റിംഗ് K ശ്രീനിവാസുമാണ്. അക്ഷയ് കുമാർ നായകനാകുന്ന ജോളി LLB 3 എന്ന ബോളിവുഡ് സിനിമ നാളെ തിയേറ്ററെടുക്കുകയാണ്. സുഭാഷ് കപൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അർഷാദ് വാഴ്സി, സൗരവ് ശുക്ല, അമൃത റാവു, ഹുമ ഖുറേഷി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഛായാഗ്രഹണം രംഗരാജൻ രാമഭദ്രനും ചന്ദ്രശേഖർ പ്രജാപതി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സ്റ്റാർ സ്റ്റുഡിയോ, കങ്കര ടാക്കീസ് എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി രവീന്ദ്ര ഗൗതം സംവിധാനം ചെയ്ത് നാളെ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച തിയേറ്ററെടുക്കുന്ന ഹിന്ദി സിനിമയാണ് അജയ് ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി. ആനന്ദ് ജോഷി, പ്രവേശ് റാവൽ, ദിനേശ് ലാൽ യാദവ് എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. വിഷ്ണു റാവു DOPയും മനൻ സാഗർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. മിനി ബ്രോസാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയുടെ നിർവ്വഹണം നിർവഹിച്ചിട്ടുള്ളത് സാമ്രാട്ട് സിനിമാറ്റിക് കമ്പനിയാണ്. അനുരാഗ് കശ്യപ് തിരക്കഥ സംവിധാനം ചെയ്ത് നാളെ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച തിയേറ്ററെത്തുന്ന ബോളിവുഡ് സിനിമയാണ് നിഷാൻജി. ഐശ്വര്യ താക്കറെ, മോണിക്ക പൻവാർ, വേദിക പിന്റോ, മുഹമ്മദ് സിഷാൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സിൽവസ്റ്റർ ഫോൺസേക്കയും എഡിറ്റിംഗ് ആരതി ബജാജുമാണ്. അരുൺ പ്രഭു തിരക്കഥ സംവിധാനം ചെയ്യുന്ന ശക്തി തിരുമകൻ എന്ന തമിഴ് സിനിമ നാളെ സെപ്റ്റംബർ 19 തിയേറ്ററെടുക്കുകയാണ്. വിജയ് ആന്റണി, കണ്ണൻ, കൃഷ്ണഹാസൻ, വൈകെ ചന്ദ്രശേഖർ, തൃപ്തി രവീന്ദ്ര എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷെല്ലി ആറും റൈമണ്ട് ഡെറിക്ക് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. വിജയ് ആന്റണിയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. ചിത്രം നിർമ്മിക്കുന്നത് വിജയ് ആന്റണി
ഫിലിം കോർപ്പറേഷനാണ്. സതീഷ് കൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന കിസ് എന്ന സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ തമിഴ് റിലീസ്. പ്രീതി അസ്രാണി, കാവിൻ പ്രഭു, BTV ഗണേഷ്, RJ വിജയ്, റാവു രമേശ്, ദേവയാനി എന്നിവരോടൊപ്പം വിജയ് സേതുപതി കാമിയോ റോളിലും എത്തിച്ചേർന്നുണ്ട്. സിനിമയുടെ DOP ഹരീഷ് കണ്ണനും RC പ്രണവ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ജെൻ മാർട്ടിനാണ് സംഗീതം പാടുന്നത്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് റോമിയോ പിക്ചേഴ്സ് ആണ്. അപ്പോൾ നാളെ മുതൽ പുതിയ സിനിമകൾ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ വരാനിരിക്കുകയാണ്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.